നമ്മളെല്ലാവരും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് നമ്മുടെ ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ നമ്മുടെ സഹോദരൻ അർജുൻ്റെ ഒരു വാർത്ത. അപ്പം 72 ദിവസങ്ങൾക്കപ്പുറം അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ച നമ്മുടെ മാധ്യമപ്രവർത്തകർ, അതുപോലെ കർണാടക സർക്കാർ, നമ്മളെ ഇവിടുത്തെ കേരള സർക്കാർ, എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. അർജുൻ്റെ സഹോദരി, ഇതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് നമ്മുടെ ലോറി ഉടമ മനാഫിൻ്റെ പേര്. കാരണം കഴിഞ്ഞ 72 ദിവസമായിട്ട് ഇവിടെ നാട്ടിൽ പോലും പോകാതെ അവരുടെ കുടുംബത്തിനെ പോലും നോക്കാതെ കർണാടക അവിടെ റൂമെടുത്ത് താമസിക്കുകയാണ് മനാഫ്. ഈ തെരച്ചിലിൻ്റെ തുടക്കത്തിൽ മനാഫ് ആണ് ഇതിൻ്റെ പിറകിൽ, മനാഫിൻ്റെ കൈകളുണ്ട് എന്നുള്ള കുറേ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രചരണത്തിൻ്റെ സമയത്തും അതിനൊന്നും ഒരു മറുപടി പറയാതെ മനാഫിൻ്റെതായ ശ്രമങ്ങൾ നടത്തി. കാരണം ട്രെജർ കൊണ്ടുവരാനും മറ്റു കാര്യങ്ങൾക്കും തെരച്ചിൽ നിർത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടും മനാഫിന് എന്തായാലും അർജുൻ പോലെ ഒരു ഡ്രൈവർ മാത്രമല്ല, ഒരു സഹോദരനെ പോലെയായിരുന്നു. അത് മനാഫിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആ കിട്ടിയ സമയത്ത് മനാഫ് പറയുന്നുണ്ടായിരുന്നു, ആ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് അവനെടുക്കുക, വണ്ടി അവിടെ ഇടുക എന്നുള്ളത്. ഇനി അത് കിട്ടിക്കഴിഞ്ഞിട്ടും മനാഫ് എന്നെ തെറ്റ് പറയുന്ന ആളുണ്ട്, അവന് ഇൻഷുറൻസ് കിട്ടുമല്ലോ, ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ഇതാണത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് മനാഫ് ഒരു മാധ്യമത്തിന് വന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ വണ്ടി മിസ്സിങ് ആയി എന്ന് എഴുതി കൊടുത്താൽ തന്നെ ഇൻഷുറൻസ് തരാമെന്ന് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ലോകമൊട്ടാകെ അറിയുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇൻഷുറൻസിൻ്റെ ക്ലെയിമിൻ്റെ കാര്യമൊക്കെ ഈസി ആയിട്ട് നടക്കും. അർജുനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ഒരു സാധാരണക്കാർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തെരച്ചിൽ നിർത്തിയപ്പം തുടരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം ചെയ്തിട്ടുണ്ട്. മനാഫ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനത്തെ കമൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോസ് തന്നെ കണ്ടിട്ട് തളരുമ്പോൾ അർജുൻ്റെ അമ്മയാണ് എന്നെ വിളിച്ച് പറയാനുള്ളത്, തളരാൻ പറ്റൂല എന്നുള്ള കാര്യം. നമ്മുടെ ലൈഫിൽ മനാഫിനെ പോലത്തെ ഒരാളെ നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യം. ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും തളരാതെ ലക്ഷ്യത്തിന് എത്താൻ വേണ്ടിയിട്ടുള്ള, അർജുനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം മനാഫ് തുടരുകയുണ്ടായി. അത് മനാഫിൻ്റെ ഒരു വലിയ മനസ്സ് തന്നെയാണ്, ഇത് പറയാതെ വയ്യ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നല്ലത് കണ്ടിട്ട് അത് അംഗീകരിച്ചില്ലെങ്കിലും ചെയ്യുന്നവരെ തളർത്താതിരിക്കുക. ആ കുടുംബത്തിന് ഇതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്